രാവിലെ തന്നെ ദൗത്യസംഘം ഈ ആനയെ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദൗത്യസംഘത്തിൽ ഏതാണ്ട് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂറും കൂടി കഴിയുമ്പോഴാണ് കൃത്യമായ വിവരം കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ നിങ്ങളടുത്ത് ചോദിക്കാൻ കാരണം. കൃത്യമായി വിവരം ഇപ്പം ലഭ്യമല്ല. എന്നാലും ദൗത്യസംഘം അതിൻ്റെ പ്രവർത്തനം രാവിലെ മുതൽ ആരംഭിക്കുമെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ദൗത്യസംഘം ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് മുത്തങ്ങയിൽ കൊണ്ടുപോവുക, അതിനെ നിരീക്ഷണത്തിൽ വെക്കാതെ പിന്നെ അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിച്ചതിന് ശേഷമേ എന്ത് നടപടിയാണ്, ഒന്നുകിൽ നമ്മുടെ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തന്നെ അയക്കുക. ഈ നടപടിക്രമങ്ങളാണ് സാധാരണ നിലയിൽ ചെയ്യാനുള്ളത്. അത് നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അപ്രകാരം ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തോ മുത്തങ്ങരേക്കാണ്. തീർച്ചയായും നമ്മുടെ ഓരോ ദൗത്യവും നമുക്ക് പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളും നൽകുമല്ലോ. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് അതുകൊണ്ടാണ് ഒരു നിരീക്ഷണം അത്യാവശ്യമാണെന്ന് തീരുമാനിച്ചത്. പിന്നെ മുൻ അനുഭവത്തിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ആ ജാഗ്രത പാലിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. ഇപ്പം കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടി ഉള്ളോട്ടാണ് പോയിട്ടുള്ളതെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അതിൻ്റെ നിരീക്ഷണത്തിനൊന്നും ഇനിയൊരു കാരണം നമുക്ക് ഇന്നലെ അഭിമുഖീകരിക്കേണ്ട രണ്ട് പ്രശ്നം. ഒന്ന്, ജനങ്ങളുടെ രോഷം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഏതാണ്ട് വൈകുന്നേരം വരെ ആ കാര്യത്തിലായി ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധ മുഴുവൻ ആ ജനകീയ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. അത് ഒരു തെറ്റായോ കുറ്റമായോ വീഴ്ചയോ ഞാൻ കാണുന്നില്ല. പക്ഷെ അങ്ങനെ വേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും കുറേ സമയമധികം മറ്റു നടപടികളിലേക്ക് കടക്കാനുള്ള സമയം കുറച്ചുകൂടി വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ല. ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇല്ലില്ല, ഇത് പരിഹരിക്കലാണൊരു അടിയന്തര പ്രശ്നം. അപ്പോൾ അടിയന്തര പ്രശ്നത്തിന് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്തെ തുടർ നടപടികളെ കുറിച്ചുള്ളത് വരുള്ളൂ. അങ്ങനെ വന്നു. അതിന് അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വീഴ്ച വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കൊമ്പനെ കുങ്കിയാക്കി മാറ്റാനുള്ള നടപടി അല്ലെങ്കിൽ അത്ര തീരുമാനം അല്ല, അതല്ല ഇനി അതിൻ്റെ നിരീക്ഷണത്തിന് ശേഷമല്ലേ അതിനെ എങ്ങനെയാണ് പറ്റുക? കാട്ടിലേക്ക് അയക്കുക തന്നെയാണോ വേണ്ടത്? എല്ലാം ആന പരിപാലന കേന്ദ്രത്തിൽ വളർത്തി കുങ്കിയാനയാക്കി മാറ്റാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആനയെ പിടികൂടിയതിന് ശേഷം അതിനെ നിരീക്ഷണത്തിന് ശേഷമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശരിയായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയും. മറ്റേതൊക്കെ ചില നിർദ്ദേശങ്ങളും അല്ല, ഞാനീ പറഞ്ഞത് തന്നെ. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ഉള്ളോട്ടാണുള്ളത്. ദൗത്യസംഘമൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ വെളിച്ചം വന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിക്കുക എന്നതാണ് ഇനി കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം നമ്മൾ നടത്തുക. അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മയക്കുവെടി വെച്ച് അതിൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ അവിടെ എലിഫൻ്റ് ആംബുലൻസിൽ കയറ്റി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്.